ഇതാണ് നമ്മുടെ ബിയാഡ്സിൻ്റെ ഇരിഞ്ഞാലക്കുടയുള്ള ശ്രദ്ധ. ഇവർ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് റീല് കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്തതാണ്. അങ്ങനെ നോർമലി നമ്മളൊരു എപ്പോൾ ആര് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഡിസൈൻസിന് മാത്രമേ കമ്മിറ്റ് ചെയ്യാറുള്ളൂ. പ്ലാനും എക്സ്റ്റീരിയർ ഇൻറ്റീരിയറൊക്കെ ചെയ്യാം. അങ്ങനെ ഡിസൈൻസും പ്ലാനും എല്ലാം കൊടുത്ത ശേഷം അവർക്കെല്ലാം ഓക്കെ ആയിരുന്നു. അതായത് ഒരു രണ്ടാമതൊരു പ്ലാനിലേക്ക് പോയില്ല. ഫസ്റ്റ് പ്ലാൻ തന്നെ കാര്യങ്ങൾ ക്ലിയർ ആക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. പിന്നെ അത് നേരെ കൺസ്ട്രക്ഷനിലേക്ക് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അത് പെട്ടെന്ന് തന്നെ കൺസ്ട്രക്ഷനിലേക്കും മാറുക ചെയ്തത്. ശ്രദ്ധയിൽ നമുക്ക് 4 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ 4 ബെഡ്റൂമിൽ നമ്മൾ 3 അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ടോയ്ലറ്റായിട്ടാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിത് സൗത്ത് ഫേസ് ആയതുകൊണ്ട് കിച്ചൺ പുറകിലാണ്. പക്ഷേ കിച്ചൺ പുറകിൽ വരുമ്പോൾ എല്ലായിടത്തുള്ളൊരു പ്രശ്നം വീടിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ കുറയോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ അറിയാൻ പറ്റില്ല എന്നുള്ളത് പല ആൾക്കാർക്കും ഒരു ഇഷ്യൂസായിട്ട് വരാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ വീട്ടിൽ അടുക്കളയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അത്ര ഡയറക്റ്റ് വ്യൂ കിട്ടുന്നത്. പക്ഷേ ഇന്ന് അതേപോലെ തന്നെ ഇന്ന് മെയിൻ ഡോറിൽ നിന്ന് നമുക്ക് കിച്ചണിക്ക് ഒരു വ്യൂ ഇല്ലേന്ന്. അപ്പോൾ ആ രീതിയിലാണ് കിച്ചൺ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കിച്ചൺ മാത്രമല്ല, അപ്പോൾ കിച്ചൺ, ഡൈനിങ്, ഫാമിലി ലിവിങ്, അതുപോലെ പാറ്റിയോ, ഇതെല്ലാം കൂടി കണക്റ്റഡ് ആണ്. ഇത് കണക്റ്റഡ് ആവുക എന്ന് പറഞ്ഞതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഒരു കണക്ഷനും കൂടി ഉള്ളതാണ്. അപ്പോൾ ആ കണക്ഷൻ നമുക്ക് ഒരു തരത്തിലും മിസ്സാവരുത് എന്നുള്ളൊരൊറ്റ ചിന്തയാണ് ഈ വീടിനല്ല എല്ലാ വീടുകൾക്കും കൊടുക്കാറുള്ളത്. നോർമലായിട്ടുള്ള ഫോർമൽ ലിവിങ്, ഡൈനിങ്, അതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് ചില പൊതു ഇടങ്ങളാണ്. അവിടെ ചിലപ്പോൾ ഒന്നിരിക്കാൻ തോന്നണം, സംസാരിക്കാൻ തോന്നണം, അങ്ങനെ തമ്മിലൊരു ഇൻട്രാക്ഷൻസ് ഉണ്ടാവുക. അത് ഞാൻ എൻ്റെ എല്ലാ പ്ലാനിലും ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമുക്കൊരു ജീവിതം തുടങ്ങുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കണക്റ്റായി അതിനൊരു കണ്ടിന്യൂറ്റി വന്ന് അതൊരു ഹാപ്പിനെസ് ആയിട്ട് മാറി ആ രീതിയിൽ വീട് മുന്നോട്ട് പോകണം. എനിക്ക് തോന്നുന്നു അപ്പോഴാണത് വീടാവുന്നത്. ശ്രദ്ധയും അതുപോലൊരു വീടാണ്, തമ്മിൽ കൂട്ടി ഇണക്കുന്നൊരു ശ്രദ്ധ. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൈനിങ് ടേബിളിൻ്റെ ഒരു ബേ വിൻഡോ കൊടുത്തത് വെറുതെ കൊടുക്കാതെ അതൊരു ഡൈനിങ് ടേബിളിൻ്റെ ബെഞ്ചാക്കി. അതുപോലെ സ്റ്റെയർ കയറി പോകുന്ന ഭാഗം ഒരു തരം നമുക്കൊരു സ്റ്റഡി ആയിട്ടോ മൾട്ടിപർപ്പസ് ആയിട്ടോ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ എക്സ്റ്റീരിയർ ഡിസൈൻസ് ആണ് നോക്കുമ്പോൾ ഏകദേശം ഫ്രണ്ട് ഫില്ലായിട്ടാണ് ഉള്ളത്. എപ്പോഴും ഞാൻ മാക്സിമം നോക്കാനോ ഓപ്പൺ ഡ്രസ്സ് ഫ്രണ്ടിൽ നിന്നോ സൈഡിൽ നിന്നോ വിസിബിലിറ്റി കിട്ടാതിരിക്കാനാണ് പരമാവധി ശ്രമിക്കാറുള്ളത്. കാരണം നമുക്ക് പലപ്പോഴും ഒരു വീട് പണി കഴിഞ്ഞ ശേഷം മഴക്കാലത്ത് ക്ലോത്ത് ഇടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഷീറ്റ് ഇടേണ്ടി വരും. അപ്പോൾ പല വീടുകളിൽ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ എക്സ്റ്റീരിയറിന് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കത് പുറകിലോട്ട് മാക്സിമം കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ കോസ്റ്റ് ഇല്ലാതെ റൂഫ് ചെയ്യാനും എന്നാൽ ഫ്രണ്ട് ലുക്ക് ഭയങ്കര എലഗൻ്റ് ആക്കി നിർത്താനും പറ്റും. പിന്നെ ഈ വീടിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് എന്നുള്ളതിലേക്ക് കൂടുതൽ പരിഗണന കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മിഡിലാണ് വീട്. ഫ്രണ്ടിൽ കാർ പോർച്ചും സ്റ്റോണും കാര്യങ്ങളും, എന്നാൽ അത്യാവശ്യം ഒരു ഗ്രീനിഷ് തോന്നാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ആയിട്ട് പ്ലാന്റ്സ്, പെബിൾസ്, ചെറിയൊരു ബുദ്ധ, അതുപോലെ തന്നെ മാക്സിമം പറ്റുന്ന സ്ഥലത്ത്. അതേപോലെ തന്നെ നമ്മൾ മാക്സിമം ഈ വീടുമേക്ക് കണക്ട് ചെയ്തിട്ട് ഇൻ്റർലോക്സോ അല്ലെങ്കിൽ സ്റ്റോൺസോ ചെയ്യാറില്ല, ഭയങ്കരമായിട്ട് ഹീറ്റ് കയറുന്നത് കൊണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടും ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് ഈ വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലഗൻ്റ് ആയിട്ടാണ്. അതായത് നമുക്കൊരു വൈഡ് വ്യൂ, പെട്ടെന്ന് ഒരാൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ വ്യൂക്ക് എന്തായാലും കണക്റ്റ് ആവും. എന്നാൽ നമ്മുടെ ഐ ക്യാച്ചിങ് ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്കത് ഈ വീട് കാണാതെ ഒന്ന് പാസ് ചെയ്യാൻ നല്ല റിസ്ക്കാണ്. കാരണം അത്ര ഓപ്പൺനെസ് വീടിന് കൊടുത്തിട്ടുണ്ട്. ഗേറ്റും കോമ്പൗണ്ട് വാളൊക്കെ ആണെങ്കിൽ പോലും കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ എക്സ്റ്റീരിയറിൻ്റെ ആണെങ്കിൽ പല വീടുകളും ഒരു പ്രശ്നം വരാറുണ്ട്. ഡേ ചിലപ്പോൾ ഭംഗി ഉണ്ടായിരിക്കും, രാത്രി ഭംഗി ഉണ്ടാവില്ല. അത് ചില കളറിൻ്റെ കുഴപ്പമാണ്. ചിലപ്പോൾ പകൽ ബ്രൈറ്റായിട്ട് തോന്നും, രാത്രി ആകെ ഡാർക്കാവും. അപ്പോൾ ഇവിടെ നമ്മളൊരു പകൽ ഉള്ള ഒരു ഭംഗി, അതേ ഭംഗി തന്നെ രാത്രി വേറെ രീതിയിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ആ രീതിയിലാണ് ഒരു കളർ കോമ്പിനേഷൻസും ലൈറ്റിങ്സും ഒക്കെ കൊടുത്തിട്ടുള്ളത്. എല്ലാ സമയത്തും വീട് ഭംഗിയായിട്ടിരിക്കട്ടെ.
അങ്ങനെ ഒരു ചിന്തയും കൂടി വന്നത് അകവും പുറവും. പിന്നെ നമ്മളൊരു വീട് ചെയ്യുമ്പോൾ രണ്ടാമത് ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് അവിടുത്തെ ഫോട്ടോ ഫ്രെയിംസ്, അവിടുത്തെ കുറച്ച് ആർട്ടും കാര്യങ്ങളും. മാക്സിമം നമ്മൾ ആ വീട്ടിലത്തെ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അത് പ്രിപ്പയർ ചെയ്യാറുള്ളത്. നമ്മുടെ സുഹൃത്ത് ഡ്രോയിങ് ചെയ്യും, അപ്പോൾ ആളുടെ ഡ്രോയിങ്സ് ഈ ഫാമിലി മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യും. കാരണം ഈ വീട്ടിൽ അവരാണ് വേണ്ടത്, അവരുടെ ഓർമ്മകളാണ് വേണ്ടത്. അപ്പോൾ അത് മാക്സിമം ഉൾക്കൊള്ളിക്കാറുണ്ട്. കൂടുതലായിട്ടുള്ള പുറത്തത്തെ ഫ്രെയിംസോ കാര്യങ്ങളോ ഇല്ല, വീട്ടുകാരെയാണ് നമുക്ക് മാക്സിമം ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുവരുന്നതാണ് വീട്ടിൽ ബേ വിൻഡോ, പാറ്റിയോ, കോട്ടിയാടൊക്കെ. നിലവിൽ സംരക്ഷിക്കുന്നവനോ അല്ലെങ്കിൽ നിലവിൽ ചെടികൾ ഇഷ്ടപ്പെടുന്നവനോ കോട്ടിയാട് ഇഷ്ടപ്പെടുന്നവനെ ഇത് വെച്ചിട്ട് കാര്യമുള്ളൂ. പിന്നെ നമ്മൾ വെക്കുന്നത് കൊണ്ടൊരു ഗുണം വേണം. ഒരു വീടായി ഒരു പാറ്റിയോ ഇരിക്കട്ടെ, അല്ലെങ്കിൽ വീടാണ് ഒരു കോട്ടിയാട് ഇരിക്കട്ടെ, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ വെച്ചൊരു പാറ്റിയോയ്ക്ക് ഉള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ലിവിംഗ് എന്നതൊക്കെ ആക്സസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോഴായാലും ഒരു വ്യൂ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മഴ പെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ഡയറക്റ്റ് വ്യൂ ആണ് കിട്ടുന്നത്. അത് പുറത്തോട്ടും കിട്ടുന്നുണ്ട്, ഈ പാറ്റിയോയ്ക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ കിച്ചണിലൊരു എലോൺലെസ് തീരല്ല നമ്മൾ കൊടുത്തിട്ടില്ല. പാറ്റിയോ കൊടുക്കുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാനും കൂടി പറ്റുന്നവർക്ക് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. എല്ലാവരും യൂസ് ചെയ്യുമായിരിക്കും, പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ ട്രെൻഡിനനുസരിച്ച് ഒരു പാറ്റിയോയ്ക്ക് ആവശ്യമൊന്നുമില്ല. അത് മെയിൻറ്റെയിൻ ചെയ്യാനും അത് വീടിൻ്റെ ഒരു ഭാഗമായിട്ട് കാണുന്നവർക്കും ഇത് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഈ വീട്ടിലിപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് അത് വെൽ മെയിൻറ്റെയിൻ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ശ്രദ്ധയിൽ പ്രത്യേകിച്ച് പറയാൻ അവരുടെ സപ്പോർട്ട്, അത് പ്രത്യേകിച്ച് പറയുന്ന അവർ മാത്രമല്ല, എൻ്റെ എല്ലാ ക്ലയൻറ്റും സപ്പോർട്ടാണ്. പക്ഷേ സപ്പോർട്ട് എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് എനിക്കൊരു ഫ്രീഡം തരലും കൂടിയാണത്. അല്ലെങ്കിൽ എനിക്ക് പലപ്പോഴും അവരോട് ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ അങ്ങനെ ചെയ്യട്ടെ, ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കേണ്ട, ബിബിൻ്റെ ഇഷ്ടത്തിന് ചെയ്യാം എന്നുള്ളൊരു പിൻബലം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിലാണെങ്കിൽ ഞാൻ ചില സ്ഥലത്തൊക്കെ ഞാൻ ചെയ്തു വെച്ച സാധനം എനിക്ക് മോഡിഫിക്കേഷൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവരുടെ പെർമിഷൻ കൂടിയും ചോദിക്കാതെ അത് ചേഞ്ച് ചെയ്യാറുണ്ട്. അവർ ചേഞ്ച് ചെയ്യുമ്പോൾ അവരും എന്നോട് ചോദിക്കില്ല അത് എന്തിനാണ്. പക്ഷേ ഒരു ട്രസ്റ്റാണ്, അത് നിലവിലുള്ളതിനേക്കാളും ബെറ്റർക്കുള്ളൊരു ഓപ്ഷൻ പോകാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്കും അറിയാം, എനിക്കതിന് നല്ല ഉറപ്പുമുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ചില മാറ്റങ്ങൾ ഞാൻ വരുത്താറുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചേർന്നൊരു ഭംഗി എനിക്ക് വേണം. നമ്മൾ ഈ വീടിൻ്റെ ഒരു പ്രധാന ആകർഷണ ഇടം എന്ന് പറഞ്ഞിട്ടൊരു ഏരിയയും കൊടുക്കാറില്ല. ചിലപ്പോൾ കാണുന്നവർക്ക് തോന്നാം പാഷ്യോണ് ഭംഗി, കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നാം അടുക്കളയാണ് ഭംഗി. അത് അവരുടെ ഒരു വ്യൂ വെച്ചിട്ടായിരിക്കും. പക്ഷേ വീട്ടിൽ താമസിക്കുന്നവർക്ക് പല ഏരിയയിൽ നിന്നും പല മൊമെൻറ്റ്സ് ആയിരിക്കും. ചിലപ്പോൾ അത് അടുക്കളയിൽ നിന്നായിരിക്കും, ചിലപ്പോൾ അത് ഡൈനിങ്ങിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ TV കാണുമ്പോഴായിരിക്കും. അതുകൊണ്ട് ഒരു വീടിനൊരു പ്രത്യേക ഭംഗിയുള്ള ഇടം എന്നൊന്നുമില്ല, എല്ലാ ഇടങ്ങളും ഭംഗിയാണ്. അവർ കണക്റ്റ് ആകുമ്പോഴാണ് ആ ഇടത്തിനൊക്കെ ഒരു ഭംഗി വരുന്നത്. അതിനുള്ളൊരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.